നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. നമ്മൾ ഛാന്തോക്യ ഉപനിഷത്ത് തുടരുകയാണ്. ഛാന്തോക്യ ഉപനിഷത്തിലെ 3-ാമത്തെ ചാപ്റ്ററിലെ 16-ാമത്തെ ഖണ്ഡം. ഉപനിഷത്തുകൾ ശരിയായിട്ട് രീതിയിൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആധ്യാത്മിക സാധന റെഗുലറായിട്ട് ചെയ്യണം. എല്ലാവരെയും ഹാർട്ട്ഫുൾനെസ് അജ്മാർ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 16-ാമത്തെ ഖണ്ഡം വായിക്കാം. ഒരു വ്യക്തിയുടെ ജീവിതം മുഴുവൻ ഒരു സോമയാഗമായി തുലനം ചെയ്യുന്നു. 1-ാമത്തെ ശ്ലോകം. പുരുഷോവാവ യജ്ഞസ്തസ്യാനി ചതുർവിംശതിർവർഷാണി തൻ പ്രാത സവനം ചതുർവിംശത്യക്ഷരാ ഗായത്രം പ്രാത സവനം തദസ്യ വസവോന്വായത്താഹ പ്രാണാ വാവ വസവ ഏതേ ഹീതം സർവം വാസയന്തി. ശരിക്കും ഒരു വ്യക്തി ഒരു യജ്ഞമാണ്. അവൻ്റെ ആദ്യത്തെ രാവിലത്തെ സോമയാഗം ആണ്. കാരണം ഗായത്രി ഛന്ദസ്സിന് 24 വാക്കുകൾ ഉണ്ട്. രാവിലത്തെ സോമയാഗം ഗായത്രി മന്ത്രത്തിലൂടെയാണ് അർപ്പിക്കുന്നത്. വസുക്കൾ ഈ യജ്ഞമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിക്കും പ്രാണൻ ആ വസുക്കൾ ആണ്. കാരണം അവർ ഇവിടെയുള്ള എല്ലാം തുടരാൻ, അതായത് ബസ് അനുവദിക്കുന്നു. 2-ാമത്തത്. തം ചേതേതസ്മിൻ വയസി കിഞ്ചിത് ഉപതപേത്സ ബ്രൂയാൻ പ്രാണാ വസവ ഇദം മേ പ്രാത സവനം മാധ്യന്ദിനം സവനം അനുസന്തനുർത്തതി മാഹം പ്രാണാനാം വസൂനാം മധ്യേ യജ്ഞോ വിലോപിസീയേത് യുദ്ധൈവ തത ഏത്യഗതോ ഹി ഭവതി. ഈ കാലയളവിൽ ഏതെല്ലാം രോഗം ബാധിക്കുകയാണെങ്കിൽ അവൻ പറയട്ടെ, പ്രാണന്മാരെ വസുക്കളെ, ഈ പ്രഭാതത്തിലെ യജനം മധ്യാഹ്നത്തിൻ്റെ യജനം വരെ തുടരട്ടെ. ഞാൻ ഈ യജ്ഞം പ്രാണന്മാരുടെ ഇടയിൽ മുറിക്കപ്പെടാതിരിക്കട്ടെ. വസുക്കളുടെ പ്രാണന്മാരുടെ ഇടയിൽ മുറിക്കപ്പെടാതിരിക്കട്ടെ. അവൻ അതിൽ നിന്നും ഉണരുന്നു. അവൻ രോഗങ്ങളിൽ നിന്നും മോചിതനാകും. അഥയാതി ചതുശ്ചത്വാരിംശത് വർഷാണി തന്മാദ്യന്തിന
സവനം ചതുശ്ചത്വാരിംശദക്ഷരാ തിഷ്ടു മാധ്യന്തിനം സവനം തദസ്യ രുദ്രാ അന്വായതാഃ പ്രാണാഃ വാവ രുദ്രാ ഏതേ ഹീതം സർവം രോദയന്തി. അടുത്ത 44 വർഷങ്ങൾ മധ്യാഹ്ന യജനം ആണ്. കാരണം തിഷ്ടുഭ യന്ത്രത്തിൽ 44 അക്ഷരങ്ങൾ ഉണ്ട്. മധ്യാഹ്ന ദിവസം തിഷ്ടുഭ മന്ത്രോ ആണ് സമർപ്പിക്കുന്നത്. രുദ്രന്മാർ യജ്ഞത്തിന്റെ ഈ ഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിക്കും ഈ പ്രാണന്മാർ രുദ്രന്മാരാണ്. കാരണം അവ വിട പറയുമ്പോൾ ഇവിടെയുള്ളവർ കരയുന്നു. തം ചേതേതസ്മിൻ വയസി കിഞ്ചിതുപസ്തപേത്സ ബ്രൂയാൻ പ്രാണാ രുദ്രാ ഇദം മേ മാധ്യദിനം സവനം തൃതീയ സവനമനു അനുസന്തനുതേതി സമാഹം പ്രാണാനാം രുദ്രാണാം മധ്യേ യജ്ഞോ വിലോപസ്യേത്യുദ്ധൈവ തത യത്യഗതോ ഹി ഭവതി. ഏതെങ്കിലും രോഗം അവനെ ബാധിക്കുമ്പോൾ ഈ കാലയളവിൽ അവൻ പറയട്ടെ, ഹേ പ്രാണന്മാരെ, ഹേ രുദ്രന്മാരെ, ഈ മധ്യാഹ്ന യജനം 3-ാമത്തെ യജനത്തിലേക്ക് തുടരട്ടെ. ഞാൻ ഈ യജ്ഞം പ്രാണന്മാരുടെ നടുവിൽ മുറിക്കപ്പെടാതിരിക്കട്ടെ. അവൻ അതിൽ നിന്നും ഉയരുന്നു, രോഗത്തിൽ നിന്നും മുക്തനാകുന്നു. 5-ാമത്തത് അഥയാന്യഷ്ടാചത്വാരിംശദ് വർഷാണി തൃതീയ സവനം അഷ്ടാചത്വാരിംശദക്ഷരാ ജഗതി ജാഗതം തൃതീയ സവനം തദസ്യാദിന്യാ അന്വായതാഃ പ്രാണാ യാവദിന്യാ ഏതേ ഹീതം സർവമാദദത്തേ. അടുത്ത 48 വർഷങ്ങൾ 3-ാമത്തെ യജനമാണ്. കാരണം ജഗതി ഛന്ദസ്സിന് 48 അക്ഷരങ്ങളുണ്ട്. 3-ാമത്തെ യജനം ജഗത്ത് മന്ത്രത്തോടെയാണ് സമർപ്പിക്കുന്നത്. ആദിത്യന്മാർ യജ്ഞത്തിന്റെ ഈ ഭാഗമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിക്കും പ്രാണന്മാർ ആദിത്യന്മാരാണ്. കാരണം ഇവിടം വിട്ടുപോകുമ്പോൾ അവർ എല്ലാം അവരിലേക്ക് എടുക്കുന്നു. ആദാദത്തെ. 6-ാമത്തത് തം ചേതദസ്മിൻ വയസി കിഞ്ചിതുപദേത്സ ബ്രൂയാൻ പ്രാണ ആദിത്യ ഇദം മേ തൃതീയ സവനാം അനുസന്തതുനോദരീതി മാഹം പ്രാണാനാം ആദിത്യാനാം മധ്യേ യജ്ഞോ വിലോപസ്യേൻ യദ്ധൈവ തതയത്യഗതോ ദൈവ ഭവതി. ഏതെങ്കിലും രോഗം അവനെ കീഴ്പ്പെടുത്തുമ്പോൾ ഈ കാലയളവിൽ അവൻ പറയട്ടെ, പ്രാണന്മാരെ, ആദിത്യന്മാരെ, ഈ 3-ാമത്തെ യജനം ജീവിതത്തിന്റെ പൂർണ്ണമായ കാലയളവ് തുടരട്ടെ. അവൻ അതിൽ നിന്നും ഉയരുന്നു, രോഗത്തിൽ നിന്നും മുക്തമാകുന്നു. ഏതദ്ധസ്മവൈ തദ്വിദ്വാനാദ്ദ മഹിദാസ ഏതരേയ തദ്വിദ്വാനാഹ മഹിദാസ ഏതരേയ സ കിമ്മ ഏതദുപദസി യോഹമനേന ന പ്രോഷ്യം ഇതി സഹ ഷാഡശം വർഷശതം ജീവപ്രദ ഷോഡശം വർഷശതം ജീവതി ഏവ വേദ. ശരിക്കും ഇതാണ് മഹിദാസ ഐതിരേയൻ അറിഞ്ഞത്. അദ്ദേഹം പറയുമ്പോൾ, എന്തിനാണ് ഈ രോഗം എന്നെ അങ്ങ് ബാധിപ്പിക്കുന്നത്? അതുമായി മരിക്കാൻ പോകാത്ത എന്നെ. അദ്ദേഹം 160 വർഷം ജീവിച്ചു. ഇതറിയുന്നവൻ 160 വർഷം ജീവിക്കുന്നു. ഛാന്തോക്യ ഉപനിഷത്ത്. ആ ഒറിജിനൽ ആയിട്ടുള്ള ആ സ്രോതസ്സിൽ നിന്നും ഞാൻ എന്നുള്ള ഭാവം കോൺഷ്യസ്നസ് ലെവലിലേക്ക് ഡിസെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന നമ്മളിലുള്ള ചേഞ്ചസ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രവർത്തികളും നിർവഹിക്കുന്നത് മനസ്സാണ്. മനസ്സ് പ്രവർത്തിക്കുന്നത് പ്രാണൻ എന്നുള്ള ശക്തിയോടുകൂടിയാണ്. ശരിക്കും മനസ്സ് തന്നെയാണ് പ്രാണൻ. സോഴ്സ് തന്നെയാണ് മനസ്സായിട്ട് പ്രകടമാവുന്നത്. ശിവൻ ശക്തിയാകുന്നു. അത് തന്നെയാണ് മായയായിട്ട്, പവറായിട്ട് മാനിഫെസ്റ്റ് ആവുന്നത്. അപ്പൊ ഈ പ്രാണൻ ഓരോ ലെവൽസിലും ഓരോരോ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, ഒറിജിനലായിട്ട് ജനറേറ്റർ എന്നുള്ള കറണ്ട് പല ലെവൽസിലേക്ക് എത്തുമ്പോൾ ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്. ഓരോരോ തലത്തിലും ഓരോരോ വോൾട്ടേജ് ആണ്. ഇപ്പോൾ നമ്മൾ എക്യുപ്മെന്റ്സിനൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിന് വേറെ വേറെ വോൾട്ടേജ് ആണ്. അതിന് ആവശ്യമുള്ളത് എടുക്കുന്നു. അതുപോലെ നമ്മൾ കുട്ടിക്കാലം തൊട്ട് പ്രായമാവുന്നവരെ നമ്മുടെ ചേഞ്ചസ്,
അഹംബോധം കൂടുതൽ കൂടുതൽ ക്ഷേത്രത്തിലേക്ക് കണക്റ്റഡ് ആകുമ്പോൾ നമ്മുടെ മനസ്സിന്റെ മാറ്റങ്ങളാണ് ഇവിടെ കാണുന്നത്. അപ്പൊ തുടക്കത്തിൽ ഒരു മിസറി മാത്രമേ ഉള്ളൂ, ഒരു രോഗം മാത്രമേ ഉള്ളൂ. എന്താണ്? നമ്മൾ അവിടെ നിന്നും വിട്ടു പോകുന്നു എന്നുള്ളത്. ഭാഗവതത്തില് ഒരു കുട്ടി ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ ഉള്ള പ്രാർത്ഥനയുണ്ട്. ഞാൻ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ജീവിതം മുഴുവൻ അങ്ങയിലേക്ക് സമർപ്പിച്ച് തിരിച്ച് ഞാൻ എത്തിക്കോളാം. ഇനി ഈ ലെവൽസിൽ ഞാൻ തിരിഞ്ഞ് കളിക്കില്ല, ഞാൻ അഹംബോധത്തിൽ തിരിഞ്ഞ് കളിക്കില്ല എന്ന് തീരുമാനത്തോടെ വരുന്നു. കുട്ടിക്കാലത്ത് ആ നിഷ്കളങ്കതയുണ്ട്. ആ നിഷ്കളങ്കത നഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്നെയാണ് ഉപനയനം നടത്തുന്നത്, യജ്ഞോപവീതം എന്ന് പറയും. ആ സമയത്താണ് ഗുരു ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പൊ യഥാർത്ഥത്തിലുള്ള ആ മിസറി മനസ്സിലാക്കിയിട്ട് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നു. ബ്രഹ്മത്തിലേക്ക് ചരിക്കാനുള്ളതാണ് ജീവിതം എന്ന് മനസ്സിലാക്കി ജീവിക്കുക. എന്നിട്ട് ബ്രഹ്മത്തിൽ തന്നെ നിലകൊണ്ടുകൊണ്ടാണ് ഗാർഹസ്ഥ്യാശ്രമത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. അപ്പൊ അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിലുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓൾറെഡി ഈഗോ വന്നു കഴിഞ്ഞു, പ്രകടമായി, പ്രാണനായി പ്രകടനമായി. ഇവിടെ പറയുന്നുണ്ട് വസുക്കള്, രുദ്രന്മാർ, ആദിത്യന്മാർ. പ്രാണന്റെ പ്രവർത്തനത്തിന്റെ പല ലെവൽസ്, പല പേഴ്സണാലിറ്റീസ് ആണ് ഇതെന്ന് മനസ്സിലാക്കാം. ആദ്യം പ്രകാശമയമാണ്. നമ്മളിവിടെ എല്ലാം നിഷ്കളങ്കമായിട്ട് കാണും. ഒരു ചെറുപ്പക്കാരൻ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം. സത്യസന്ധത കാണും, ട്രൂത്ത്ഫുൾനെസ് കാണും, സിൻസിയറിറ്റി കാണും. ഓഫീസിലേക്ക് പോയ ചെറുപ്പക്കാരൻ ഇപ്പൊ PSC ടെസ്റ്റ് കഴിഞ്ഞ ഒരാളുടെ പെരുമാറ്റം കണ്ടല്ല, അവർ വളരെ ഊർജ്ജസ്വലരായിരിക്കും, സത്യസന്ധരായിരിക്കും. ക്രമേണ മറ്റുള്ളവർ അദ്ദേഹത്തിനെ ഏറ്റെടുക്കും. മിഡിൽ ഏജ് ഒക്കെ ആകുമ്പോഴേക്കും കറപ്ഷനൊക്കെ പഠിക്കാൻ തുടങ്ങും. പിന്നെ എൻ്റെ വീട്, എൻ്റെ കുടുംബം, ബാക്കിയെല്ലാം നോക്കിയിട്ട് കാര്യമില്ല, നാടൊന്നും നന്നാവില്ല, നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിക്കുക എന്നുള്ള രീതിയിലാവണം. അപ്പൊ നമ്മൾ അറ്റാച്ച്ഡ് ആവാൻ തുടങ്ങും. കർമ്മത്തിലല്ല, നമ്മൾ കർമ്മത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള വസ്തുക്കളിൽ അട്രാക്ട്. കാരണം നമുക്ക് പദവിയായി, സമ്പത്തായി, അതിലേക്ക് അട്രാക്റ്റഡ് ആവുന്നു, അറ്റാച്ച്ഡ് ആവുന്നു. അതുകൊണ്ട് അത് വിടുമ്പോൾ കരച്ചിൽ വരും, സങ്കടം വരുന്നു. അതാണ് രുദ്രൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾക്ക് പ്രകാശമായിരുന്നത്, പിന്നെ അത് വസ്തുക്കൾ നമ്മൾക്ക് കണക്ഷനായോ കരച്ചിൽ വരാൻ തുടങ്ങും. നമുക്ക് പൊസിഷൻ വരുമ്പോൾ ഡിപ്രസ്ഡായി, ജോലിക്ക് പോകാണ്ടായി, വിഷമായി, എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. പ്രായമാകുമ്പോൾ എന്താ ഉണ്ടാവുക? പ്രായമാകുമ്പോൾ എല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ റിട്ടയർ ചെയ്ത് ജോലിയൊക്കെ പോയി കിട്ടിയ വരുമാനം വെച്ച് ജീവിക്കുക. ലോകം എങ്ങനെയൊക്കെയാണ്, ഇനി ഒന്നും ചെയ്യാനൊന്നും ഇല്ല, ഇവിടെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. ക്രമേണ ക്രമേണ രോഗം വർദ്ധിക്കുമ്പോൾ മരണം തീർച്ചയായിട്ടും വരും എന്ന് മനസ്സിലാവുന്നു. ആക്സെപ്റ്റൻസിലേക്ക് പോകും. വൃദ്ധസ്ഥാവ ചിന്താസക്ത എന്നാണ് ശങ്കരാചാര്യ പറഞ്ഞത്. മറ്റുള്ളവർ ഉപദേശിക്കുന്നു, താൻ ചെയ്യാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കുന്നു. ദേഷ്യം വരാൻ തുടങ്ങും, ഇറിറ്റേഷൻ വരാൻ തുടങ്ങും, സങ്കടം പോയി. അപ്പൊ ഈ സ്റ്റേറ്റിലേക്ക് നമ്മൾ ക്രമേണ പതിക്കുകയാണ്. ഇതെന്താ കാരണം? നമ്മൾ ഒറിജിനലായിട്ട് ആ ഫ്ലോയിലേക്ക് കണക്റ്റഡ് ആയിട്ടില്ല. അപ്പൊ ഇവിടെ ശാന്തോക്യോപനിഷത്തിൽ പറയുന്നത്, എന്നാലും സമയം നഷ്ടപ്പെട്ടില്ല, നിങ്ങൾ ഇനിയും മെഡിറ്റേറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഉള്ളിലുള്ള ഫ്ലോയിലേക്ക് കണക്റ്റ് ആവും, എന്നിട്ട് ധർമ്മത്തോടെ ജീവിക്കും. അങ്ങനെയാണ് നിങ്ങൾ ഈ ജീവിതത്തിന്റെ കാലയളവ് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം. ഞാൻ ഒരിക്കലും മരിക്കില്ല എന്നുള്ള ബോധം ഉള്ളിൽ വരും. അതാണ് ഇവിടെ പറയുന്നത്. ഈ രോഗം എന്നെ ബാധിപ്പിക്കുന്ന എന്തിന്? അതുമായി മരിക്കാൻ ഞാൻ പോകാത്ത, ഞാൻ ഇതുമായിട്ടല്ല മരിക്കാൻ പോകുന്നത്, ഈ രോഗങ്ങൾ എന്നെ ബാധിക്കില്ല എന്നുള്ള ബോധം നമ്മുടെ ഉള്ളിൽ തിരിച്ചു വരുന്നു. നമുക്ക് മോക്ഷത്തിനുള്ള, റിയലൈസേഷനുള്ള സാധ്യത അപ്പോഴും തെളിഞ്ഞു കിടക്കും. ഒരു പ്രായമുള്ള ഒരാളെ സ്പിരിച്വാലിറ്റി കൊണ്ടുവരാൻ വളരെ വളരെ വിഷമാണ്. അറ്റ്ലീസ്റ്റ് ഒരു ആക്സെപ്റ്റൻസ് സ്റ്റേജിലേക്കും എത്തണം. ലൈഫിന് ഇങ്ങനെ ഒരു ഹയർ ഡയമെൻഷൻ ഉണ്ട്. പ്രായമാകുമ്പോൾ ഭക്തി, ക്ഷേത്രത്തിൽ പോകുക, ഇതൊക്കെ കൂടുതൽ കൊടുക്കണം. പക്ഷെ ഷെയർ ചെയ്യാൻ തയ്യാറല്ല. ഡിവൈൻ പ്രസൻസിനെ പറ്റി ചിന്ത മനസ്സിൽ വന്നിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഇവിടെ അവസാന കാലം കുറച്ച് ഭജനയൊക്കെ ചെയ്ത് അങ്ങോട്ട് തിരിച്ചെത്താം എന്നൊരു ചിന്ത. തീർച്ചയായിട്ടും ഒറിജിനൽ സോഴ്സിലേക്ക് തിരിച്ചെത്തില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ആ ഫ്ലോ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഇനി വരുന്ന കാലങ്ങളിൽ ചിലപ്പോൾ നമുക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് വരാം. അപ്പോൾ പ്രായമാകുമ്പോൾ സ്പിരിച്വാലിറ്റിയിൽ വന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് നമ്മുടെ റിച്വലിസ്റ്റിക് പ്രാക്ടീസസും മതങ്ങളുടെ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ചട്ടക്കൂടുന്നൊക്കെ ബ്രേക്ക് ചെയ്ത് ശരിയായിട്ട് സത്യം ഗ്രഹിക്കാൻ പറ്റുന്നവർ വളരെ റെയറാണ്. അങ്ങനെ ചെയ്യുന്നവർ കുട്ടിക്കാലത്ത് ആ കണക്ഷൻ ഉണ്ടായിട്ടുണ്ടാവും, അപ്പോഴേ ഇത് സാധിക്കുള്ളൂ. നേരെ മറിച്ച് കുട്ടിക്കാലത്ത് തന്നെ ട്രാൻസ്മിഷൻ ലഭിച്ച് മാസ്റ്ററിലേക്ക് കണക്ട് ചെയ്തിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി, കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ സഹജമാർഗത്തിൽ 15 വർഷം കഴിയണം എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ഒരു അഭ്യാസിയുടെ കുടുംബത്തിലാണെങ്കിൽ വളരെ ഈസിയാണ്, ഓൾറെഡി കണക്റ്റഡ് ആണ്. നമുക്ക് ജസ്റ്റ് സിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ അല്ലെങ്കിൽ ഇൻട്രൊഡക്ടറി സിറ്റിംഗ്സ് ലഭിച്ചതിന് ശേഷം
റെഗുലറായിട്ട് സാധന ചെയ്തിട്ട് നമുക്ക് ഈ തരത്തിലുള്ള മിസറിയിൽ നിന്ന്, ഈ രോഗങ്ങളുടെ കാരണമായിട്ടുള്ള ഈഗോ, ക്ഷേത്രത്തിലേക്ക് കണക്ട് ചെയ്ത ഈഗോ, അതിൽ നിന്ന് നമ്മൾ മോചിതരായിട്ട് മാസ്റ്ററിലേക്ക് കണക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അതോടുകൂടി നമ്മുടെ ഉള്ളിൽ നിന്ന് ഭയങ്ങളെല്ലാം ഇല്ലാതെയായി മാറുന്നു, ദുഃഖങ്ങളില്ലാതെയായി മാറുന്നു, കരച്ചിലില്ല, ആനന്ദത്തോടെ ജീവിക്കാൻ. നമ്മൾ വർഷങ്ങൾ ജീവിക്കലല്ല പ്രധാനം, ആഡ് ലൈഫ് ടു യുവർ ഇയേഴ്സ് എന്നാണ് ബാബുജി മഹാരാജ് പറഞ്ഞത്. എങ്ങനെ ഒരു ജീവിതത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. സഹജമാർ ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ സിസ്റ്റം വളരെ വളരെ ലളിതമാണ്. എല്ലാവർക്കും ഇതിൽ തീർച്ചയായിട്ടും ഗുണം ലഭിക്കും എന്നുള്ളത് ഒരു സംശയമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത സെഷൻ വരെയും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.